ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തുന്ന വ്യക്തിത്വങ്ങളിലൊന്നാണ് അധ്യാപകർ. എന്നാൽ അതേ അധ്യാപകർ തന്നെ ലഹരി മാഫിയയുടെ കണ്ണിയായാലോ? കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഈ ചോദ്യം ഇന്ന് വെറുമൊരു വാർത്ത മാത്രമല്ല, സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ്. കേരള പോലീസ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാനത്തെ ലഹരി മാഫിയക്കെതിരായ വലിയ നീക്കങ്ങളിലൊന്നാണ്. ഈ നടപടിക്കിടെ കോഴിക്കോട് വടകരയിൽ 3 പ്രത്യേക അധ്യാപികമാർ MDMA വിൽപ്പന ശൃംഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് അറസ്റ്റിലായി. പോലീസ് പറയുന്നതനുസരിച്ച് ഇവർ നേരിട്ട് ലഹരി കൈമാറിയിരുന്നില്ലെങ്കിലും പണമിടപാടുകളും QR കോഡ് വഴിയുള്ള ശൃംഖലയും കൈകാര്യം ചെയ്തിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഭയപ്പെടുത്തുന്നത് ലഹരി ശൃംഖല സമൂഹം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന തൊഴിലുകളിലേക്കും കടന്നു കയറിയെന്നുള്ളതിന്റെ സൂചനയെയാണ്. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട അധ്യാപകർ ഇത്തരം കേസുകളിൽ ഉൾപ്പെടുമ്പോൾ അത് വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെയും കുട്ടികളുടെ മാനസിക സംരക്ഷണത്തെയും ബാധിക്കുകയും ചെയ്യുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ലഹരി കേസുകളിൽ വിദ്യാർത്ഥികൾ, കോളേജ് ക്യാമ്പസുകൾ, യുവാക്കൾ, ജിം ഉടമകൾ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ അന്വേഷണ പരിധിയിൽ വന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ വഴി ആയിരക്കണക്കിന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് വൻതോതിൽ MDMAയും കഞ്ചാവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നതിന് കാരണമായി മാറി. ലഹരി ഉപയോഗം തടയുന്നതിനൊപ്പം വിതരണ ശൃംഖല തകർക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ ചോദ്യം ഇതാണ്: ലഹരി ശൃംഖല ഇത്ര ശക്തമാകാൻ കാരണം എന്താണ്? പണം, അതിവേഗ ലാഭം, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തിരിച്ചറിയൽ മറച്ചുവെക്കുന്ന വിതരണ രീതി, സോഷ്യൽ മീഡിയയിലൂടെയും മെസ്സേജിംഗ് ആപ്പുകളിലൂടെയും പ്രവർത്തിക്കുന്ന ശൃംഖലകൾ. ഈ സംവിധാനത്തിൽ പലർക്കും പരസ്പരം നേരിട്ട് കണ്ടതുപോലുമുള്ള ബന്ധമുണ്ടായി കാണില്ല. അതുകൊണ്ടാണ് ഇത്തരം കേസുകൾ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ കൂടുതൽ സമയം കണ്ടെത്തേണ്ടി വരുന്നത്. ഈ കേസ് എല്ലാ അധ്യാപകരെയും സംശയത്തിന്റെ നിഴലിൽ നിർത്താനുള്ള കാരണമല്ല. കേരളത്തിൽ ആയിരക്കണക്കിന് അധ്യാപകർ ആത്മാർത്ഥമായി വിദ്യാർത്ഥികളുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നവരാണ്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസ്യതയെ ബാധിക്കും. അതുകൊണ്ട് നിയമന സമയത്തെ പരിശോധന, ബോധവൽക്കരണം, കൗൺസിലിംഗ്, സ്കൂളുകളിൽ ശക്തമായ ലഹരി വിരുദ്ധ പരിപാടികൾ എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമായി തീർന്നു. ലഹരി ഒരു വ്യക്തിയെ മാത്രമല്ല നശിപ്പിക്കുന്നത്, ഒരു കുടുംബത്തെയും ഒരു വിദ്യാർത്ഥിയെയും, ഒരു വിദ്യാർത്ഥിയുടെ വിശ്വാസത്തെയും, ഒരു സമൂഹത്തിന്റെ ഭാവിയെയും തകർക്കുന്നു. അധ്യാപകർ പ്രതികളാകുന്ന വാർത്തകൾ സാധാരണമാകരുത്. കാരണം ഒരു സമൂഹം തകർന്നു തുടങ്ങുന്നത് അതിന്റെ മാതൃകകളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. ഇതൊരു വാർത്ത മാത്രമല്ല, കേരളത്തിന് മുന്നിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദവിവരങ്ങൾക്കുമായി കണ്ണൂർ മീഡിയ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.